ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മെക്നോൺ ഡേ 10. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത പ്ലാനും കാര്യങ്ങളും പറയാൻ വന്നതാണ്. നമ്മുടെ റോബോട്ടിക്സ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 15 days ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറേ കുട്ടികൾ പറഞ്ഞു കുറച്ച് ലെങ്ത് ആയില്ലേ, പെട്ടെന്ന് കഴിച്ചൂടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഒരു 10 ക്ലാസ് ആക്കി ചുരുക്കിയിട്ടുണ്ട്. ഇതും കൂടി കൂട്ടിയിട്ടാണ് 10 ക്ലാസ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തവരൊക്കെ ഒന്ന് ഫോട്ടോ അയക്കുക, അല്ലെങ്കിൽ ഫോട്ടോ ഒരു വർക്കിങ്ങിൻ്റെ ഒരു വീഡിയോ അയക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ വേറെ പ്രൊജക്റ്റ് തരാം. ഓക്കെ, വേറെ പ്രൊജക്റ്റ് നിങ്ങൾ മാക്സിമം അതെല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക. പോരാത്തതിന് നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഓക്കെ, ഞങ്ങൾ ഏറ്റവും അടിപൊളി പ്രൊജക്റ്റ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും അടിപൊളി പ്രൊജക്റ്റ് ഞങ്ങളത് എടുത്തിട്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചെറിയ പ്രൊജക്റ്റാണ് പറഞ്ഞിട്ട് അയക്കാതിരിക്കരുത്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ വിചാരിച്ച പിന്നെ ആരും അയക്കാണ്ടാവില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം അയക്കുക. അയച്ചാലാണ് ഞങ്ങൾക്ക് പ്രൊജക്ട്സ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചതിൽ വല്ല കാര്യം ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു അടിപൊളി പ്രൊജക്റ്റ് ഉണ്ടാക്കുക, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീക്ക് മാക്സിമം ലെങ്ത് അടുത്ത വീക്ക്. ഓക്കെ, അടുത്ത വീക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ IoT ക്ലാസ് അല്ലെങ്കിൽ AI ക്ലാസ് തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു വീക്ക് ഞങ്ങൾ ബ്രേക്ക് തരികയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാ ക്ലാസ്സും കാണാൻ ശ്രമിക്കണം. ഓക്കെ, മിക്കവാറും IoT ക്ലാസ് ഷാനിബ് സാറാണ് എടുക്കുക. സാർ എടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷാനിബ് സാറിന് ഇപ്പോൾ എന്തോ ചെറിയ ഹോസ്പിറ്റൽ കേസ് കാരണം സാറ് ക്ലാസ് എടുക്കാൻ ഡിലേ ആവുകയാണ്. അതാണ് ഒരാഴ്ച ഞങ്ങൾ നീട്ടി വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അയക്കുക. അപ്പോൾ ഇതാണ് പറയാനുള്ളൂ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ഒരു റിവ്യൂ അന്ന് നിങ്ങൾ പങ്കുവെക്കണം. ഓക്കെ, എന്നാലാണ് ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് പുതുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെ അത് റെഡി ആക്കണമല്ലോ, അപ്പോൾ അതിന് പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇത് യൂട്യൂബിലിടും, നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ ക്ലാസ് ആക്കി കൂട്ടണ്ട. ഇത് ചെറിയ വീഡിയോ ആണ്. നമ്മൾ ക്ലാസ് കഴിഞ്ഞു എന്ന് പറയാനുള്ള ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മുടെ 50 കുട്ടികളെ അഡ്മിഷൻ എടുത്തതിൽ 40 കുട്ടികളും ക്ലാസ് കാണുന്നുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ 50 കുട്ടികളിൽ 40 കുട്ടികൾ ക്ലാസ് കണ്ടിട്ടുണ്ട്, ഡെയിലി കാണുന്നുണ്ട്. ഓക്കെ, അത് ആദ്യമൊക്കെ 47 കുട്ടികളും കണ്ടിരുന്നു. പിന്നെ മെല്ലെ കുറഞ്ഞിട്ട് ഇപ്പോൾ 38, 39 അങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, അതെന്താ സാധാരണ കുട്ടികളുടെ കാര്യം നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അവർക്ക് ബോറടിക്കും. ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് മനസ്സിലാക്കിയത്. മിക്കവാറും IoT ക്ലാസ് ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ തീർക്കണ്ടാവും. കാരണം നമ്മുടെ റോബോട്ടിക്സ് IoT എന്ന് പറഞ്ഞൊരു വാസ്റ്റ് സ്പേസ് ആണ്, വലിയൊരു സ്പേസ് ആണ്. അപ്പോൾ ഈ IoT നിങ്ങൾക്ക് മാക്സിമം ചുരുക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ചുരുക്കാന്ന് പറയുമ്പോൾ ലെങ്ത് കൂടാതെ കുറയല്ലേ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ചുരുക്കി പറഞ്ഞുതരും. അതുപോലെ AI മിക്കവാറും ഒരു മാക്സിമം ഒരു 7 ദിവസം ഉണ്ടാവുള്ളൂ. ഓക്കെ, മാക്സിമം 7 ദിവസം ഉണ്ടാവില്ല. കാരണം AI എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സ്പേസ് ആണ്. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഫണ്ടമെന്റ്സും കാര്യങ്ങളും അതേപോലെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതേപോലെ ഞാൻ ഒരു AI ഉണ്ടാക്കിയിട്ടുണ്ട്. ആ AI എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, AI ക്ലാസ് എന്തായാലും ഞാനാവും മിക്കവാറും എടുക്കുക. ഒരു 70% ചാൻസ് ഞാൻ തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ടാക്കണം. ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, ഷെയർ ചെയ്യുമ്പോഴാണ് അത് ഞങ്ങൾക്ക് എക്സാം ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തരണമെന്ന് പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ഒരു ഗൂഗിൾ ഫോം സെൻഡ് ചെയ്യും റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് PM ചെയ്താൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. എങ്ങനെയുണ്ട് ക്ലാസ് എങ്ങനെ പോയിരുന്നു, നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതൊക്കെ മനസ്സിലായെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം പറയാനുള്ളത് സെക്കൻഡ് ബാച്ചുകാരോടും ആണ്. നമ്മൾ ഫസ്റ്റ് ബാച്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വീക്കിന് ശേഷമാണ് സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബാച്ചുകാരുടെ കഴിഞ്ഞിട്ടാണ് ചില സ്കൂളുകാരൊക്കെ സംഭവം അറിഞ്ഞതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇനി IoT ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ 2 ബാച്ചുകാരും സെയിം ആവും. അപ്പോൾ 2 ബാച്ചുകാർക്കും ലൈവ് ക്ലാസ് ആണ് കിട്ടുക. ഓക്കെ, ഇതുവരെ സെക്കൻഡ് ബാച്ചുകാർക്ക് കൊടുത്തിരുന്നത് ഫസ്റ്റ് ബാച്ചുകാർക്ക് എടുത്ത അതേ ലൈവ് റെക്കോർഡ് ക്ലാസ് ആണ് സെക്കൻഡ് ബാച്ചുകാർക്ക് കൊടുത്തിരുന്നത്. പിന്നെ IoT ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് സെക്കൻഡ് ബാച്ചുകാരും ഫസ്റ്റ് ബാച്ചുകാർക്കും സെയിം ആവും. ഓക്കെ, ഒരേ ലൈവ് ക്ലാസ് ആണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നമുക്ക് അത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണു. അപ്പോൾ ഓക്കെ, ബൈ.